അല്ലാഹു തന്റെ അടിമകളോട് ചെയ്ത വാഗ്ദാനങ്ങൾ ഞാനും നിങ്ങളും പഠിക്കാൻ തയ്യാറായാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളത് മനസ്സിലാക്കാൻ തയ്യാറായാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുന്നു, അല്ലാഹു തന്റെ അടിമകളോട് ചെയ്ത വാഗ്ദാനമാണ്. അല്ലാഹു പറഞ്ഞ ആ വാക്ക് നമ്മൾ പഠിക്കണമല്ലോ, ആ കാര്യം നമ്മൾ അറിയണമല്ലോ. പടച്ചവനെ അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് ചെയ്ത ഒന്നാമത്തെ വാഗ്ദാനം എന്താ? ഇത് രാഷ്ട്രീയക്കാരൻ പറഞ്ഞതല്ല, സംഘടനയുടെ നേതാവ് പറഞ്ഞതല്ല, മാതാപിതാക്കളോ അധ്യാപകരോ ഉസ്താദന്മാരോ പറഞ്ഞതല്ല. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബുണ്ടല്ലോ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് ചെയ്യുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദാനങ്ങളിൽ ഒന്നാമത്തെ വാഗ്ദാനം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അല്ലാഹു ചെയ്യുന്ന ഒന്നാമത്തെ വാഗ്ദാനം എന്തെന്നറിയോ? അല്ലാഹു പറയുകയാ, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ തന്റെ അടിമകളോട് ചെയ്ത ഒന്നാമത്തെ വാഗ്ദാനം എന്തെന്നറിയോ? അല്ലാഹു പറയുകയാണ്, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ, എന്നോട് നിങ്ങൾ ആരെങ്കിലും നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. അല്ലാഹു ചെയ്യുന്ന ഒന്നാമത്തെ വാഗ്ദാനം എന്താണ്? നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരായാൽ, നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കൂടി തന്നിട്ടുണ്ടല്ലോ. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കൊടുത്ത് പറഞ്ഞു തീർക്കുവാനോ എണ്ണി തീർക്കുവാനോ നമ്മളിൽ ഒരാൾക്ക് പോലും കഴിയില്ലടോ. അല്ലാഹു കണ്ണിന് കാഴ്ച തന്നില്ലൂ, ചെവിക്ക് കേൾവി ശക്തി തന്നില്ലൂ, സംസാരിക്കാനുള്ള കഴിവ് നിന്റെ നാവിന് തന്നില്ലൂ. അല്ലാഹു കൈ തന്നല്ലോ, കാല് തന്നല്ലോ, ഓരോ അവയവങ്ങളും അല്ലാഹു നമുക്ക് നൽകിയല്ലോ. അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നമ്മളിൽ എത്ര പേരാണ് നന്ദി കാണിക്കുന്നത്? നമ്മളിൽ അധികം പേരും നന്ദിയില്ലാത്തവരാണോ? നമ്മളിൽ അധികം പേരും നന്ദിയില്ലാത്തവരാ. നന്ദി കാണിക്കുന്നവര് വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. കച്ചവടം നടക്കുന്ന കമ്പോളത്തിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. എവിടെ ഇരുന്നാണ് ദുആ ചെയ്യുന്നതെന്നറിയോ? വാശിയേറിയ കച്ചവടം നടക്കുന്ന കമ്പോളമുണ്ടല്ലോ, എല്ലാവരും പണമുണ്ടാക്കാൻ പരിശ്രമിക്കുന്ന കമ്പോളമുണ്ടല്ലോ, ആ കമ്പോളത്തിലൂടെ ഉമർ തങ്ങളെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയോ? ആ മനുഷ്യന്റെ ദുആ കേട്ടപ്പോ ഉമർ തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമാവുകയാണ്. ആ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ജഅൽനീ മിൻ ഇബാദിക്കൽ ഖലീൽ. ആ മനുഷ്യനെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ന്യൂനപക്ഷത്തിൽ എന്നെ പെടുത്തണേ അല്ലാ, ആ കുറഞ്ഞ വിഭാഗത്തിൽ എന്നെ പെടുത്തണേ അല്ലാ, ആ കുറച്ചു പേരിൽ എന്നെ പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മനുഷ്യനെ കണ്ടപ്പോ ഉമർ തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമാവുകയാ.
ഉമർ തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമാവുകയാ. ഉമർ തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ദുആ ചെയ്യുന്നല്ലോ, ന്യൂനപക്ഷത്തിൽ പെടുത്താ ദുആ ചെയ്യുന്നല്ലോ, ആ കുറഞ്ഞ വിഭാഗത്തിൽ പെടുത്താ ദുആ ചെയ്യുന്നല്ലോ, ആരാണ് ആ കുറഞ്ഞ വിഭാഗമാരാ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പെട്ടെന്ന് ഓതി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ വഖലീലൻ മിൻ ഇബാദിഹി ശകൂർ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന് നന്ദി കാണിക്കുന്നവർ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നത് കുറഞ്ഞ വിഭാഗമേ ഉള്ളൂ. പടച്ചവനെ അവര് ന്യൂനപക്ഷമാണ്, അവന് ന്യൂനപക്ഷമാണ്. അതുകൊണ്ടാണ് ഞാൻ പടച്ചവനോട് ദുആ ചെയ്യുന്നതല്ല, ആ ന്യൂനപക്ഷത്തിൽ എന്നെ പെടുത്തണേ അല്ലാ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നുകൊണ്ട് പടച്ചവനോട് പറയുകയാണ്, അല്ലാഹുമ്മ ജഅൽനീ മിനൽ അഖല്ലീൻ, ആ കുറഞ്ഞ വിഭാഗത്തിൽ എന്നെയും പെടുത്തണേ തമ്പുരാന്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, നന്ദി കാണിക്കുന്നവരാണോ നമ്മൾ? നന്ദിയുള്ളവരാണോ? അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അല്ലാഹുവിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയിട്ട് പരിഹാസത്തോടെ ധിക്കാരത്തോടെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന മുസ്ലിമേ, നായുണ്ടല്ലോ നമ്മൾ അറപ്പോടെ നോക്കുന്ന, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന ആ നായുണ്ടല്ലോ, അതിന് ഒരു നേരത്തെ അന്നം കൊടുത്താ അത് എവിടെ വെച്ച് കണ്ടാലും നമ്മളെ മറന്നു പോകില്ല. അത് നന്ദിയുള്ള ജീവിയാണ്, അത് മറക്കില്ലടോ. പക്ഷേ മനുഷ്യ നമ്മളെ മറന്നു പോവുകയാ, നമ്മളിൽ പലരും പടച്ചവനെ മറന്നു പോവുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ പാതിരാത്രിയിലെ സുജൂദിൽ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനെ കിടന്ന് നിന്ന് നിസ്കരിക്കുകയാണ്, ഇബാദത്ത് ചെയ്യുകയാണ്. നിബിതങ്ങളുടെ കാല് നീരുകെട്ടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാല് രണ്ടും നീരുകെട്ടുകയാണ്. നിബിതങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് സങ്കടം വന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയേ? അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നല്ലോ. നിങ്ങളല്ലേ സ്വർഗം തുറക്കുന്നത്, നിങ്ങളല്ലേ സ്വർഗം തുറക്കുന്നത്. പിന്നെ എന്തിനാണ് നബിയെ കാല് നീര് കെട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി എന്തെന്നറിയുമോ? ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ ആയിഷ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരടിമയാകണ്ടേ. അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നത് കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അല്ലാഹുവിനോട് നന്ദി കാണിച്ച ഒരടിമയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹുവിനോട് നന്ദി ഉണ്ടായിരുന്ന ഒരു പ്രവാചകനാണ്, നന്ദി കാണിച്ച ഒരടിമയാണ്. അല്ലാഹു തന്നെ വിശുദ്ധമായ ഖുർആനിൽ നന്ദിയുള്ള ചില അടിമകളെ പരിചയപ്പെടുത്തുകയാ. പറയുന്നത് അല്ലാഹുവാണ്. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ ചില അടിമകളെ കാണിച്ചിട്ട് പറയുന്നവര് നന്ദിയുള്ള അടിമകളാണ്. ആ നന്ദിയുള്ള അടിമകളെ എണ്ണി പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞ ഒരടിമയാരെന്നറിയുമോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയെ കുറിച്ച് അല്ലാഹു പറയുകയാ, ദുർരിയത മൻ ഹമൽനാ മഅ നൂഹ് ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ്
നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന നൂഹ് എന്ന് പറയുന്ന പ്രവാചകന് നന്ദിയുള്ള അടിമയാണ്. പടച്ചവന് എന്തുകൊണ്ടാണ് നൂഹ് നബിയെ കുറിച്ച് പറയാറുള്ള കാരണം എന്തറിയോ? യഥാ നൂഹ് നബിയുടെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്കിയാൽ നൂഹ് നബിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. നൂഹ് നബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? അവിടുന്ന് ഭക്ഷണം കഴിച്ചാലും അവിടുന്ന് വെള്ളം കുടിച്ചാലും അവിടുന്ന് എന്തു ചെയ്താലും നൂഹ് നബി പറയുമായിരുന്നു അൽഹംദുലില്ലാഹ്. നൂഹ് നബിയുടെ ഒരു പ്രത്യേകതയാണ്, എന്ത് ചെയ്താലും നൂഹ് നബി പറയും അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ എപ്പോഴും സ്തുതിച്ചുകൊണ്ട് നടക്കുന്ന പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അല്ലാഹു നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു പറയുന്നു ഇന്നഹു കാന അബ്ദൻ ശകൂറാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നത് കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. അവര് ന്യൂനപക്ഷമാ. എടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കാല് നീര് കെട്ടുന്ന രീതിയിൽ രാത്രി മുഴുവനും നിന്ന് ഇബാദത്ത് ചെയ്ത് കാലിൽ നീര് കെട്ടിയ നബിതങ്ങളെ കണ്ടപ്പോ തൻ്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല ചോദിക്കുന്നു, എന്തിനാ നബിയെ ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്നേ? നബിയെ ഇങ്ങനെ ഈ സുന്നത്തൊക്കെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹു നിങ്ങൾ മഅസൂമാ, നിങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ സ്വർഗം തുറക്കണേ, ആദ്യം പോണത് നിങ്ങളാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആയിഷ നന്ദിയുള്ള ഒരടിമയാകണ്ടേ, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരടിമയാകണ്ടേ. എടോ, വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ചില ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് അല്ല പറഞ്ഞു അവൻ നന്ദിയുള്ളവനാ. അങ്ങനെ പറഞ്ഞ ഒരു പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോൾ അല്ല പറയുന്നുണ്ട് നൂഹ് നന്ദിയുള്ള അടിമയാ. എന്ത് ചെയ്താലും പറയും അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ പ്രവാചകൻ എന്തു പറയായിരുന്നു? ഒന്നുറക്കെ പറഞ്ഞ എന്തു പറയായിരുന്നു? ഇത്ര ശബ്ദമേ ഉള്ളൂ എല്ലാവർക്കും. എന്തു പറയുമായിരുന്നു? അള്ളാഹുവെ, ഈ അൽഹംദുലില്ല പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു അൽഹംദുലില്ല പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ അൽഹംദുലില്ല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ പോയി. നിങ്ങളുടെ മറുപടി കേട്ടപ്പോ തന്നെ പോയി. ഇതാ ഞാൻ പറഞ്ഞേ, എന്താ നിനക്ക് സുഖമല്ലേ? പിന്നെന്താ നേരത്തെ ആന്ന് പറഞ്ഞേ? ഇതാ നമ്മൾ പറഞ്ഞേ. നൂഹ് നബിയുടെ പ്രത്യേകത എന്താ? നൂഹ് നബി എന്തു പറയുമ്പോഴെന്തു പറയും? അൽഹംദുലില്ലാ പറയും. നമ്മളോ സുഖമാണോ എന്ന് ചോദിച്ചപ്പോ ആന്ന് പല്ലുവേനയാന്ന്. എടോ, അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിക്കണം. അത് വലിയ ഒരു ശുക്റാ. എന്ത് ചെയ്താലും അതാ പറഞ്ഞ അൽഹംദുലില്ലാ പറയാൻ പഠിക്കുക. എന്തു വന്നാലും അൽഹംദുലില്ലാ. ദുഃഖമാണോ സന്തോഷമാണോ ഇനി എന്നെ ആകട്ടെ അൽഹംദുലില്ലാ. അള്ളാഹു എന്ത് തന്നാലും അൽഹംദുലില്ലാ പറയണം. അൽഹംദുലില്ലയുടെ പ്രത്യേകത എന്താ? അത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും പ്രയാസമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അൽഹംദുലില്ലാ. മലക്കുകൾ ഒരു മനുഷ്യന്റെ ഒരു റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, ഓൻ എന്താ പറഞ്ഞേന്ന്. അവന്റെ കരളിന്റെ കഷ്ടത്തിന്റെ റൂഹ് പിടിച്ചു കൊണ്ടുവന്നപ്പോ എന്താ പറഞ്ഞേ? ഇപ്പൊ മലക്കുകൾ പറയാ, പടച്ചോൻ ഇവൻ എന്ത് മനുഷ്യനാ അല്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോൻ ഇവൻ അപ്പോഴും നിന്റെ കാര്യം അല്ലാഹ് പറയണേ. എടോ, അൽഹംദുലില്ലാ പറയണമെന്ന പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു മലക്കുകളോട് പറയും ഒരു വീട് പണിയാൻ. നിങ്ങൾ സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയണം, എന്നിട്ട് ആ കൊട്ടാരത്തിന്റെ പേരെഴുതി വെക്കണം ബൈത്തുൽ ഹംദ്. ആർക്കുള്ളതാ? ഈ അൽഹംദുലില്ലാ പറയുന്നവനുള്ളതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ പ്രയാസമാകട്ടെ എന്തുമാകട്ടെ അത് അൽഹംദുലില്ലാ പറയാൻ കഴിക്കണം. അത് നിന്റെ പ്രിയപ്പെട്ടവരെ, അതൊരു വല്ലാത്ത ഒരു മനസ്സാ, വല്ലാതെ ഒരു ഈമാനുള്ളവർക്ക് പറ്റുന്നൊരു കാര്യമാ. ഉദാഹരണം പറഞ്ഞാൽ, നിനക്കൊരു ജോലി ഉണ്ടായിരുന്നു. നീ നാളെ രാവിലെ നീ ജോലിക്ക് വേണ്ടി കടയിലേക്ക് പോയപ്പോൾ നിന്റെ മുതലാളി പറയാ,
നീ പൊക്കോ, ഇന്നത്തോടെ നിന്റെ ജോലി തീർന്നിരിക്കുന്നു, നിന്റെ പൈസ ഇന്നത്തോടെ തന്നിരിക്കുന്നു, നീ പോ എന്ന് പറഞ്ഞ് നിന്നെ പിരിച്ചുവിട്ട ആ മുതലാളിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ പറയണം അൽഹംദുലില്ലാ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയാൽ എന്തു പറയണം? എന്തു പറയണം? 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി, റിസൾട്ട് വന്നു, തോറ്റുപോയി, എന്തു പറയണം? കല്യാണം വലിയ ആഗ്രഹത്തോടെ പെണ്ണൊക്കെ കണ്ടു, എല്ലാം ഉറപ്പിച്ചു, കല്യാണം മുടങ്ങിപ്പോയി, എന്തു പറയണം? എന്തു പറയണം? ഒരു കച്ചവടം വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങി, എല്ലാം നഷ്ടത്തിലായിപ്പോയി, എന്തു പറയണം? അൽഹംദുലില്ലാ പറയണം. അതാ ഞാൻ പറഞ്ഞ എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എടോ അൽഹംദുലില്ലാ പറയുന്നതിന് വല്ലാത്ത പ്രതിഫലമാ. അതങ്ങനെ എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് എളുപ്പത്തിൽ അങ്ങനെ നാവിന്റെ തുമ്പത്ത് വരുന്ന ഒരു കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ പറയാ പഠിക്കണം സഹോദരാ. ഏത് പ്രയാസമാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, എത്ര വലിയ വേദനയാകട്ടെ, അൽഹംദുലില്ലാ പറയാ പഠിക്കണം സഹോദരാ. എപ്പോഴും നീ നിന്റെ മുകളിലേക്കല്ല നോക്കേണ്ടത്. എത്രയോ പേര് കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കണ്ണില്ലാത്തവർ, നടക്കാൻ കഴിയാത്തവർ, മാരകമായ രോഗങ്ങളെ പിടിച്ച് നടക്കുന്നവർ, എത്രയോ പേര് നിന്റെ താഴെ കിടന്ന് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. എന്തേ നീ അവരിലേക്ക് നോക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അൽഹംദുലില്ലാ പറയാ പഠിക്കണേ. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു, ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ ചെറുപ്പക്കാരാ? നിനക്ക് ഞാനൊരു സാമ്പിളായിട്ടൊരു ചരിത്രം പറയാ. പറഞ്ഞു തങ്ങളെ, കാലു പഴുക്കുകയാണ് തങ്ങള്, അതുകൊണ്ട് ഈ വിരല് മുറിച്ചു മാറ്റണം തങ്ങള്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല, അത് വലിയ കാര്യമാക്കിയില്ല. പടച്ചവനെ, ദിവസങ്ങൾ കഴിയുകയാണ്, വിരലിന് വല്ലാതെ വേദന കൂടുകയാണ്. രണ്ടാമത് വൈദ്യന്മാര് നോക്കിയിട്ട് പറഞ്ഞു തങ്ങള്, അതാ മറ്റുള്ള വിരലുകളിലേക്ക് പഴുപ്പിങ്ങനെ പടരുകയാ. അന്നാണെങ്കിൽ ഒരു വിരല് മുറിച്ചാ മതിയായിരുന്നു, ഇപ്പൊ പഴുപ്പ് മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങയുടെ കാൽപ്പത്തി മുറിച്ചു മാറ്റണം തങ്ങള്. പടച്ചവനെ, ഉർവതങ്ങളുടെ പടന്ന് കാര്യമാക്കിയില്ല. അവസാനം കാലിന്റെ വേദന കൂടുമ്പോ വൈദ്യന്മാര് പറയുന്നു തങ്ങള്, പഴുപ്പ് വല്ലാതെ കാൽപ്പത്തി മുഴുവനും പടർന്നിരിക്കുകയാ, ഇനി കാലിന്റെ മുകളിൽ വെച്ച് മുറിക്കണം തങ്ങള്. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് അനുസരിക്കൂ. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹു സമ്മതിക്കുകയാണ്. അതാ വൈദ്യന്മാര് കാല് മുറിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നു. എന്നിട്ട് അവര് ലഹരി കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ. ഉർവ തങ്ങൾ ചോദിച്ച്, എന്തിനാണ് ഞാൻ ലഹരി കുടിക്കുന്നത്? തങ്ങളെ, കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ, താങ്ങാൻ കഴിയില്ല തങ്ങള്. ഇത് കുടിച്ചു കഴിഞ്ഞാ ഇത്തിരി ധൈര്യം കിട്ടുമല്ലോ, വേദന അറിയാതിരിക്കാൻ ഇതൊരു കാരണമാകുമല്ലോ. അതുകൊണ്ട് അവിടെ നീ ലഹരി കുടിക്കണമെന്ന് പറയുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കലും ഞാൻ കുടിക്കില്ല, ഒരിക്കലും ഞാനിത് കുടിക്കില്ല. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, എങ്ങനെയാ ഞങ്ങളെ കാല് മുറിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഒരു പച്ചയായ മനുഷ്യന്റെ കാല് മുറിക്കുന്നത്? എങ്ങനെയാണ്? അതാ ഉർവ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാ. ഉർവ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ഒന്നുകൊടുത്തിട്ട് നിസ്കരിക്കാം. ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. പടച്ചവനെ, ഉർവ റളിയല്ലാഹു തആല അൻഹു അവിടെ ഒന്നുപെടുക്കുകയാണ്. അതാ നമസ്കാരത്തിന് വേണ്ടി കയറി നിൽക്കുകയാണ്. അവിടെ നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞുകൊണ്ട് കൈകെട്ടുകയാണ്. അവിടെ നിന്ന് ഫാത്തിഹ ഓതുകയാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാ. അവിടെ നിന്ന് സൂറത്തുൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. ഉർവതങ്ങൾ ഇങ്ങനെ ഊതി
നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. വൈദ്യന്മാര് മനസ്സിലായി നമസ്കാരത്തിലേക്ക് ലയിച്ചു കിടന്നെന്ന്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ, ഒരു പച്ചയായ മനുഷ്യന്റെ കാലവിടന്ന് വെട്ടിമുറിക്കുകയാ. അറിഞ്ഞില്ല വാപ്പാ, അറിഞ്ഞില്ല ചെറുപ്പക്കാരാ. എടാ, സിനിമാ കഥയല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു തിരക്കഥയല്ല പറയുന്നത്. ആർക്ക് വേണമെങ്കിലും എടുത്ത് വായിച്ചു നോക്കാൻ കഴിയുന്ന ചരിത്രമാണ് ഉർവതങ്ങളുടേത്. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് അനശേഷയില്ല, അവിടുന്നൊരു മരവിപ്പിക്കലുമില്ല. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവതങ്ങളുടെ കാലവിടന്ന് വെട്ടിമുറിക്കുകയാ. മഹാനവറുകൾ അറിയുന്നില്ല, കാരണം നിസ്കാരത്തിലാണ്. അവിടുന്ന് ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുകയാണ്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ ഉർവതങ്ങളുടെ കാലിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. എന്ത് ചെയ്തിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല. അവസാനം വൈദ്യന്മാരെന്ത് ചെയ്തെന്നറിയുവോ? പെട്ടെന്ന് ബ്ലഡ് നിൽക്കാൻ അവരെളുപ്പത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് അതാ മുക്കുകയാണ്. മഹാനായ ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലുണ്ടല്ലോ, സൈത്തെണ്ണ തിളപ്പിച്ചു കൊണ്ട് നിന്നിട്ട് ആ മുറിച്ച കാലങ്ങ് മുക്കുകയാ. അറിഞ്ഞില്ല ചെറുപ്പക്കാരാ, ആ തിളച്ച എണ്ണ മുക്കിയിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹു അറിഞ്ഞില്ല. കാരണം ഓതുന്ന ആയത്തേതെന്നറിയോ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. നരകത്തെ കുറിച്ച് പറയുന്ന ആയത്താണ്. ഇങ്ങനെ ആവർത്തിച്ച് ഓതുകയാണ്. ഈ ആയത്ത് ഊതിക്കൊണ്ടിരുന്നപ്പോഴാണ് തിളച്ച എണ്ണ കൊണ്ടുവന്ന് തന്റെ കാലിൽ മുക്കുന്നത്. ഉർവതങ്ങൾ അറിഞ്ഞില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് തളർന്നു വീഴുകയാണ്. ഉർവതങ്ങളുടെ കാലിൽ മരുന്ന് വെച്ച് കെട്ടുകയാണ്. പടച്ചവനെ, വൈദ്യന്മാർക്ക് വല്ലാത്ത സങ്കടമായി. പടച്ചവനെ, ബോധം തിരിച്ചു വരുമ്പോ കാല് മുറിച്ചു മാറ്റിയെന്ന് എങ്ങനെയാ പറയുന്നത്? ഉർവതങ്ങൾക്ക് സങ്കടമാകുമല്ലോ. അതുകൊണ്ട് വൈദ്യന്മാര് മുഴുവനും ഇങ്ങനെ പ്രയാസത്തിലാണ്. അപ്പോഴാണ് ഉർവതങ്ങളുടെ ഒരു കുടുംബക്കാരൻ ഓടി വരികയാ. എവിടെ ഉർവതങ്ങൾ, എവിടെ എവിടെ ഉർവതങ്ങൾ, എവിടെ? അവിടുന്ന് തിരഞ്ഞു വരുമ്പോ വൈദ്യന്മാര് ചോദിച്ചു, എന്തിനാ ഉർവതങ്ങളെ തിരയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, ഒരു കാല് മുറിച്ചു കിടക്കുന്ന മനുഷ്യനാണ്, അതറിഞ്ഞിട്ടില്ല. അത് എങ്ങനെ പറയുമെന്ന് സങ്കടത്തോടെ നിൽക്കുന്ന വൈദ്യന്മാരുടെ മുമ്പിൽ അതാ രണ്ടാമതൊരു സങ്കട വാർത്ത വന്നിരിക്കുകയാണ്. തന്റെ പൊന്നാര മകന് മരിച്ചു പോയിരിക്കുകയാണ്. രണ്ട് സങ്കട വാർത്തകളാണ് കിടന്നു വന്നത്. അവസാനം ഉർവതങ്ങൾക്ക് ബോധം വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ അവിടത്തെ കാല് മുറിച്ചു മാറ്റി തങ്ങളെ. മറുപടി എന്തെന്നറിയുമോ? അൽഹംദുലില്ലാഹ്. ഉർവതങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. അവിടെന്ന് പറഞ്ഞു, തങ്ങള് ഏറ്റവും ചെറിയ മകനും മരിച്ചുപോയി തങ്ങള്. ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഉർവതങ്ങളുടെ മറുപടി കേട്ടപ്പോ എല്ലാവരും ചോദിച്ചു, തങ്ങളെ എന്തിനാണ് അൽഹംദുലില്ലാഹ് പറയുന്നത്? എന്തിനാണ് അൽഹംദുലില്ലാഹ് പറയുന്നത്? ഉർവതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ. രണ്ട് കാലുമില്ലാത്ത എത്രയോ പാപങ്ങളുണ്ടല്ലോ.
ഉറുബതങ്ങൾ പറയുകയാ, അല്ലാഹു ഒരുപാട് മക്കളെ തന്നിട്ട് ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ അല്ലാഹു ജീവനോടെ തന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വഭാവമാണോ നമുക്ക് വേണ്ടത്? ഇത് മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു സ്വഭാവമാ. എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും നൂഹ് നബി പറയുമായിരുന്നു അൽഹംദുലില്ലാഹ്. നമ്മുടെ നാവിലും വരണേ എപ്പോഴും അല്ലാഹുവിനെ സ്തുതിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകണം സഹോദരാ. അതുകൊണ്ടാണ് നൂഹ് നബിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ഇന്നഹു കാന അബ്ദൻ ശകൂറാ. നൂഹ് നന്ദിയുള്ള അടിമയാ. അല്ലാഹു രണ്ടാമത് പറഞ്ഞ ാരെന്നറിയുമോ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ, ഇബ്രാഹിം നബി നന്ദിയുള്ള അടിമയാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? ഇബ്രാഹിം നബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഇബ്രാഹിം നബിയുടെ പ്രത്യേകതയാണ് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനില്ലാതെ കഴിക്കാറില്ല. അവിടുന്ന് ഭക്ഷണം കഴിക്കാ സമയമായ ഇബ്രാഹിം നബി ഇറങ്ങി നടക്കുകയാണ്. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ തെരഞ്ഞു നടക്കുകയാണ്. പടച്ചവനെ, അതാ ചരിത്രം പറയുകയാണ്, ഒരു ദിവസം ഇബ്രാഹിം നബി തെരഞ്ഞു നടക്കുകയാ. അവസാനം വഴിയിൽ വെച്ചൊരു മനുഷ്യനെ കാണുകയാ. ഇബ്രാഹിം നബിയുടെ ഒരു പ്രത്യേകത, ഇബ്രാഹിം നബി ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. ഇങ്ങനെ തെരഞ്ഞു നടക്കും. നമ്മുടെ നാട്ടിലും ഉസ്താദന്മാർക്കും മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വല്ലാതെ ഉത്സാഹം കാണിക്കുന്ന ചിലരുണ്ട്. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരെങ്കിലും ഇല്ലാതെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കില്ല. ഒരിക്കൽ ഇബ്രാഹിം നബി ഇങ്ങനെ നോക്കുമ്പോൾ വഴി വെച്ചൊരു ചങ്ങാതിയെ കണ്ടു. ഭക്ഷണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ ചങ്ങാതി ബിസ്മീനൊന്നും പറയുന്നില്ല, വാരി തിന്നാൻ തുടങ്ങി. അപ്പൊ ഇബ്രാഹിം നബി ഈ മനുഷ്യനോട് ചോദിച്ചു, നീ എന്തേ ബിസ്മി പറയാതെ? ആ ചങ്ങാതി ചോദിച്ചു, ബിസ്മി അതെന്താണ്? കാരണം അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. അദ്ദേഹം മുസ്ലിം അല്ല എന്നറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ മനുഷ്യനെ ഇറക്കി വിട്ടു പോകാൻ. ആ മനുഷ്യൻ വളരെ അവിടെ നിന്ന് വല്ലാത്തൊരവസ്ഥയിൽ സങ്കടത്തോടെ ഇറങ്ങിപ്പോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പെട്ടെന്ന് അള്ളാഹു ചോദിച്ചു, ഇബ്രാഹിമേ, ഇത്രയും കാലം ആ മനുഷ്യന് ഭക്ഷണം കൊടുത്തതാരാ ഇബ്രാഹിം? അള്ളാഹുവിന്റെ ചോദ്യമാ. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് മുസ്ലിമല്ല എന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ഇറക്കി വിട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഇത്രയും കാലം ഇവന് ഭക്ഷണം കൊടുത്തതാരാ? ഇബ്രാഹിം നബി പറഞ്ഞു, പടച്ചോനെ, അല്ലാ, നീയാ അല്ലാ കൊടുത്തേ. ഓൻ എന്നെ വിശ്വാസമില്ലാത്തവനാണെന്ന് എനിക്കറിയാം, എന്നിട്ട് ഇത്രയും കാലം ഞാൻ അവന് തിന്നാൻ കൊടുത്തു, നിനക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ഇബ്രാഹിം നബിയെ വഴക്ക് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി ഇറങ്ങി ഓടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മനുഷ്യനെ തിരഞ്ഞ് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇബ്രാഹിം നബി ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പുറകിൽ വരുന്നത് കണ്ടപ്പോൾ അയാൾക്ക് പേടിയായി. അയാൾ ഓടാൻ തുടങ്ങി. ഇബ്രാഹിം നബി പുറകിൽ ഓടി. അവസാനം ഓടി ആ മനുഷ്യൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, ഭക്ഷണം കഴിക്കാതെ ഞാൻ നിങ്ങളെ വിടൂല. അപ്പം ആ മനുഷ്യൻ ചോദിച്ചു, നീയല്ലേ എന്നെ ഇറക്കി വിട്ടേ? എന്നെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ, പിന്നെന്താ വീണ്ടും കളിയാക്കാനാണോ? ഇബ്രാഹിം നബിയുടെ മുഖമൊക്കെ വാടി. ഇബ്രാഹിം നബി പിന്നെയും പറയുന്നു, നിങ്ങൾ വരാതെ ഞാൻ നിങ്ങളെ വിടൂല. അപ്പം ആ മനുഷ്യൻ ചോദിച്ചു, എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് അങ്ങ് മാറ്റം വരാൻ? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മനസ്സിന് മാറ്റം വരാൻ കാരണം എന്താ? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു. അള്ളാഹുവിനെ കൊണ്ട് വിശ്വാസമില്ലാത്ത നിനക്ക് ഇത്രയും കാലം ഭക്ഷണം തന്നത് അല്ലയാ, ഒരു നേരം നിനക്ക് തരാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. നിന്നെ ഇറക്കി വിട്ടതിൻ്റെ പേരിൽ എൻ്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു. നീ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതെ വിടില്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി പറയുമ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, ഒരു വിശ്വാസിയല്ലാത്ത എൻ്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോൾ നിങ്ങളുടെ റബ്ബ് ഇടപെട്ടു. ആ മനുഷ്യൻ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായി. ഞാൻ പറഞ്ഞു വന്നത്, ഇബ്രാഹിം നബിയുടെ ഒരു സ്വഭാവമാ. ഒരിക്കൽ ഭക്ഷണം എടുത്തു വെച്ചു.
ഇബ്രാഹിം നബി തെരഞ്ഞു നടന്നു ആൾക്കാരെ. കിട്ടാതെ വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞടോയിരുന്നു. തൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു പാവപ്പെട്ടവനെ കിട്ടാതെ വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരയാൻ തുടങ്ങി. ആ സങ്കടം കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഞങ്ങൾ മനുഷ്യന്റെ രൂപത്തിൽ പോകട്ടെ അല്ലാഹ്, ഞങ്ങൾ ഇബ്രാഹിമിന്റെ മുമ്പിൽ മനുഷ്യന്റെ രൂപത്തിൽ കടന്നു പോകട്ടെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് അനുവാദം കൊടുത്തു. അങ്ങനെ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വല്ലാത്ത സന്തോഷമായി. അവിടെ നിന്ന് ഇബ്രാഹിം നബി അവരെ വിളിക്കുന്നു, വാ, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കുമ്പോൾ ആ മലക്കുകൾ അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഞങ്ങൾ കുഷ്ഠരോഗികളാ, ആരെങ്കിലും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമോ? ഞങ്ങളൊക്കെ കുഷ്ഠരോഗികളാ, ഞങ്ങളുടെ കൂടെ ആരെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മലക്കുകൾ അവിടെ നിന്ന് പറയുമ്പോ ഇബ്രാഹിം നബിയുടെ മറുപടി എന്തെന്നറിയുമോ? അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം നബിയുടെ മറുപടിയാണ്, നിങ്ങൾക്ക് കുഷ്ഠരോഗമാണോ? അള്ളാഹു അത്രത്തോളം നിങ്ങളെ ഇഷ്ടമായത് കൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ഇത്രയും വലിയ പരീക്ഷണം തന്നത്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ വരണം, നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരുടെ കൈപിടിച്ച് പറയുമ്പോ അള്ളാഹു പരീക്ഷണം തരുന്നത് വെറുപ്പ് കൊണ്ടല്ല സഹോദരാ, സ്നേഹം കൊണ്ടാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് പടച്ചവൻ നിനക്ക് പരീക്ഷണം തരുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയണം സഹോദരാ. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുമ്പോ അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം നന്ദിയുള്ള അടിമയാ. എന്നിട്ട് മൂന്നാമതായി പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തെ കുറിച്ച് പറയുകയാണ്. ആ കുടുംബം നന്ദിയുള്ള കുടുംബമാണ്. ആരുടെ കുടുംബം എന്നറിയുമോ? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബിയുടെ കുടുംബത്തെ കുറിച്ച് അല്ലാഹു പറയുകയാ, യഅ്മലു ആല ദാവൂദ ശുക്റാ. ദാവൂദിന്റെ കുടുംബം നന്ദിയുള്ള കുടുംബമാണ്. ദാവൂദ് നബിയുടെ കുടുംബം നന്ദിയുള്ള കുടുംബമാണ്. എന്താണ് ദാവൂദ് നബിയുടെ കുടുംബത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അവരുടെ വീട്ടിൽ ഇബാദത്ത് ചെയ്യാൻ സമയം ഇങ്ങനെ വേർതിരിച്ചു കൊടുത്തിരിക്കുകയാ. ഓരോരുത്തർക്കും സമയം അവിടെ നിന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. ഇന്ന സമയത്ത് ദാവൂദ് നബി ഇങ്ങനെ ഓരോ മക്കൾക്കും തന്റെ ഭാര്യയ്ക്കും സമയം ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇത്ര മണിക്കൂർ നീ ഇബാദത്ത് ചെയ്യണം, അത് കഴിഞ്ഞാ നീ ചെയ്യണം, അത് കഴിഞ്ഞാ നീ ചെയ്യണം. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലെ നിയമമായിരുന്നു ഓരോരുത്തർക്കും ഇബാദത്ത് ചെയ്യാൻ സമയം നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാ. നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാ എപ്പോഴും ദാവൂദ് നബിയുടെ വീട്ടിൽ ഇബാദത്താ. അല്ലാഹു എപ്പോ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാൽ ദാവൂദ് നബിയുടെ വീടിന്റെ അകത്ത് ഇബാദത്താണ്. ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ദാവൂദിന്റെ കുടുംബം ശുക്റുള്ള കുടുംബമാണ്, അവര് നന്ദിയുള്ള കുടുംബമാണ്. പടച്ചവനെ, അതാ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പടച്ചവനെ ഉമ്മ അവിടെ നിന്ന് പറഞ്ഞു, മോനെ, ദുനിയാവിൽ ഒരുപാട് സമ്പത്തുള്ള പ്രവാചകനാ, ലോകം മുഴുവനും അടക്കി ഭരിച്ച ഭരണാധികാരിയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബിയോട് തന്റെ ഉമ്മ പറഞ്ഞു, മോനെ, നീ പരലോകത്തിലെ ഫക്കീറാകരുത്, നീ പരലോകത്തിലെ ഫക്കീറാകരുത്. പടച്ചവനെ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, ആരാ ഉമ്മ? നാളെ
പരലോകത്തിലെ ഫക്കീറാരാ ഉമ്മ. മഹാനായ സുലൈമാൻ നബിയുടെ മാതാവ് തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അധികമായിട്ട് ഉറങ്ങുന്നവര് നാളെ പരലോകത്തിലെ ഫക്കീറാണെന്നവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ വാഴ്ച കേൾക്കാമെന്നവരോട് എനിക്ക് പറയാറുള്ളത്, അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണേ. മറക്കല്ലേ ചെറുപ്പക്കാരാ, അള്ളാഹുവിനോട് നന്ദിയുള്ളവനാകണേ. നിസ്കരിക്കണേ, ഖുർആൻ പാരായണം ചെയ്യണേ, ദിക്റുകൾ പറയണേ. അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, നിന്റെ താടിയുടെ നീളം കണ്ടിട്ടല്ല. അതൊരു പരീക്ഷണ വസ്തുവാ. അള്ളാഹു നിന്നെ പരീക്ഷിക്കാനാ നിനക്ക് പണം തന്നത്. നീ അത് മറന്നു പോകരുത്. നീ അഹങ്കാരിയാകരുത്, നീതിക്കാരിയാകരുത്. അള്ളാഹുവേ പടച്ച റബ്ബേ, നീ നന്ദിയുള്ളവനാകണേ. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ പരിസരത്ത് കച്ചവടം നടത്തുന്ന സഹോദരാ, കട തന്നതല്ലയാ, കച്ചവടം തന്നതല്ലയാ, ആരോഗ്യം തന്നതല്ലയാ. ആ അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നിന്നെ നീ വിളിക്കുമ്പോ നീ നന്ദി കാണിക്കണേ. പക്ഷേ നീ ആ സമയത്തും പള്ളിയിൽ പോകാറില്ല. അപ്പോഴും നിനക്ക് കച്ചവടമാണ്. വെള്ളിയാഴ്ച ജുമയുടെ സമയമെടുത്തു, അള്ളാന്റെ പള്ളിയിൽ പടച്ചവനെ ഖുതുബ തുടങ്ങുകയാ. അപ്പോഴും നിനക്ക് ദുനിയാവ് മതിയല്ലോ, പണം മതിയല്ലോ, എങ്ങനെയെങ്കിലും സമ്പാദിക്കണമല്ലോ. അള്ളാനെ മറന്ന് ജീവിക്കുകയാ. പള്ളിയുടെ പരിസരത്ത് 2 നില വീട് പണിതിരിക്കുകയാണ്. അള്ളാന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ കണ്ണിന്റെ മുമ്പിലൂടെ പ്രായമുള്ളവര് വേച്ച് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടിട്ട് പോലും നിസ്കരിക്കാൻ മടിച്ചിട്ട് കാലിന്റെ മുകളിൽ കാല് കയറ്റിയിരുന്ന് സുഖിക്കുന്ന സഹോദരാ, വേണ്ട മോനെ, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിനെ തരാ മാത്രമല്ല അറിയുന്നത്. ചെറുപ്പക്കാരാ, കടപൂട്ടിക്കാനും അല്ലാഹൻ അറിയാമടാ. നിന്റെ സർവ്വതം തകർത്ത് കളയാൻ അല്ലാഹുവിനറിയാ. നിസ്കരിക്കാൻ വെള്ളിയാഴ്ച പോലെ പള്ളിയിലേക്ക് വരാൻ മടിക്കുന്ന സഹോദരാ, നിന്നെ കൊണ്ടുവന്നിട്ട് പള്ളിയുടെ മുമ്പിലിരുത്തിയിട്ട് പിരിവെടുപ്പിക്കാനും അല്ലാഹനറിയാ. പടച്ചവനെല്ലാം അറിയാ സഹോദരാ. തരാ മാത്രമല്ല, തന്നത് തിരിച്ചെടുക്കാനും അല്ലാഹനറിയാ. അതുകൊണ്ട് നീ അല്ലാഹനെ മറന്ന് നടക്കരുത്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കരുത്, അഹങ്കരിക്കരുത്. സർവ്വതും നിന്റെ കയ്യിലാണെന്ന് നീ വിചാരിക്കരുത്. അല്ലാഹുവേ, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, മക്കളെ അഹങ്കാരമൊക്കെ കുറയ്ക്കണേ പൊന്നുമോനെ. പരിശുദ്ധമായ റജബ് മാസമാ മോനെ, റജബ് മാസമാ മോനെ, അല്ലാഹുവിന്റെ മാസമാ. നീ സാധാരണ ഒരു മാസത്തെ പോലെ ഈ മാസത്തെ നീ കാണരുത്. ഇത് തമാശ കളിക്കേണ്ട മാസമല്ല, ഇത് അല്ലാഹുവിന്റെ മാസമാ. അല്ലാഹുവിന്റെ മാസത്തിൽ പാപം ചെയ്താ പേടിക്കണേ ചെറുപ്പക്കാരാ. കള്ളും കഞ്ചാവുമായി ഇന്ന് ജീവിക്കുകയാണ് ഇന്നത്തെ യുവതലമുറ. ആര് പറഞ്ഞാലും അവൻ അനുസരിക്കില്ലടോ. അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ നടക്കുകയാണ്. കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഇന്ന് കുട്ടികളെ വല്ലാതെ ബാധിച്ചില്ലടോ. പടച്ചവനെ, ഒരു ബോധവുമില്ലാതെ ജീവിക്കുകയാണ്. ഇന്നത്തെ മക്കളുടെ അവസ്ഥ കണ്ട വല്ലാത്ത പേടി തോന്നുന്നടോ. ചെറുപ്പക്കാരോട് എന്തെങ്കിലും പറയാ പേടിയാ സഹോദരാ. നിങ്ങൾ പത്രത്തിൽ വായിച്ചവരല്ലേ, പടച്ചവനെ, വയനാട് താമരശ്ശേരിയിൽ അടിവാരം ഭാഗത്താണ് റബ്ബേ
ഒരു ചെറുപ്പക്കാരനായ പൊന്നുമോൻ, ഉമ്മ വളരെ സ്നേഹത്തോടെ കഷ്ടപ്പെട്ട് വളർത്തിയ പൊന്നുമോൻ, അല്ലാഹുവേ ഉമ്മയോട് പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ രോഗിയായ പാവപ്പെട്ട രോഗിയായ മാതാവിന് അടുത്ത വീട്ടിൽ ചെന്നിട്ട് വെട്ടുകത്തി വാങ്ങിക്കൊണ്ട് വന്നിട്ട് സ്വന്തം മാതാവിനെ വെട്ടി നുറുക്കുകയാ. സ്വന്തം ഉമ്മാനെ 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പെറ്റുമ്മാനെ വെട്ടിക്കൊല്ലുന്ന മക്കളുടെ കാലമാണ്. അല്ലാഹുവേ, എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മാന് കൊടുത്ത സമ്മാനമാ, എനിക്ക് ജന്മം നൽകിയതിന്, എന്നെ പോറ്റി വളർത്തിയതിന് എന്റെ മാതാവിന് കൊടുത്ത സമ്മാനമാ. അല്ലാഹുവേ, ഇന്നൊരു വീഡിയോ കണ്ട ചെറുപ്പക്കാരാ, പോലീസുകാരാ പൊന്നുമോനെ ആ ചെറുപ്പക്കാരനെ വാഹനത്തിന്റെ അകത്ത് കയറ്റിയിട്ട് സങ്കടമില്ലടോ. അല്ലാഹുവേ, സ്വന്തം മാതാവിനെ വെട്ടി നുറുക്കി കൊന്നിട്ട് ഒരു കുറ്റബോധം പോലും അവന്റെ മനസ്സിനകത്തില്ലാതെ പോകുന്നു. ഇന്ന് കൊട്ടേഷന്റെ കാലമാ, പേടിയില്ലടോ. ആരോ എന്റെ മൊബൈലിൽ ഒരു വീഡിയോ എടുത്തിരിക്കുകയാണ്. പടച്ചവനെ, അതാ കേരളത്തിലൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എന്തോ തെറ്റ് ചെയ്തതിന്റെ പേരില് സ്കൂളിലെ അധ്യാപകൻ അവനെ ചോദ്യം ചെയ്യുമ്പോ ആ അധ്യാപകനോട് പറയുകയാ, വെളിയിൽ വാ, കാണിച്ചു തരാ, നീ പുറത്തിറങ്ങ, ഞാൻ കാണിച്ചു തരാ. വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് ഇന്നത്തെ ചെറുപ്പക്കാര്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, അല്ലാഹുവിനോട് നന്ദിയുള്ളവരാകണേ, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നവരാകണേ. അതുകൊണ്ട് പടച്ചവരെ, ഈ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ ഉറൂസ ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമാ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു ഒരു അവസരം തരികയാണ്, പടച്ചറബ് ഒരു അവസരം തരികയാണ്. നീ കൊടുക്കുമോ ഇല്ലയോ എന്നറിയാൻ. അല്ലാഹു നിനക്ക് തന്ന സമ്പത്ത് മുഴുവനും കൊടുക്കാൻ അല്ലാഹു പറയുന്നില്ല. എന്തെങ്കിലും ഒന്ന് കൊടുക്ക ചെറുപ്പക്കാരാ. ഏ ബാപ്പാ, അല്ലാഹു നിനക്ക് തന്നതിൽ നിന്ന് എന്തെങ്കിലും നിനക്ക് കൊടുക്കാൻ കഴിയുമോ? വെറുതെ വേണ്ട. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. മോനെ, അപകടങ്ങള് റോഡിലൂടെ നടന്നു പോകുന്നവരല്ലേ, വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരല്ലേ, എത്ര അപകടങ്ങളെ കാണുന്നവരാ സഹോദരാ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മോനെ, പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുടുംബങ്ങളിൽ. ബക്കറ്റില്ലേ? പെട്ടെന്ന് എടുത്തോ. എന്റെ പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുക. ക്യാൻസർ രോഗികൾ, ബ്രെയിൻ ട്യൂമർ, എന്തെല്ലാം രോഗങ്ങൾ. ഭക്ഷണവും. ഉസ്താദെ, എന്നെ മോന് വേണ്ടി ദുആ ചെയ്യണം, നല്ല പാട്ട് പാടുന്നവനാ. ഒരു പയ്യന്റെ കാര്യം പറഞ്ഞു, നല്ല പാട്ട് പാടുന്നവനാ, നല്ല കഴിവുള്ളവനാ. എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു ആ പൊന്നുമോന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അവന്റെ രോഗത്തിന് അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. എന്തെല്ലാം രീതികളാ സഹോദര, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദക്കയെല്ലാം തട്ടിമാറ്റുമടോ. മാരകമായ രോഗങ്ങളെ പടച്ചവനെ എല്ലാ രോഗങ്ങളെയും തട്ടിമാറ്റുകയാണ്. ഈ മോശമായ മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷ വാങ്ങി തരികയാണ്. അല്ലാഹുവിന്റെ കോപത്തെ എവിടെ നിന്ന് തണുപ്പിക്കുകയാണ്. സഹോദരാ, നഷ്ടമാകില്ല, സഹോദരാ, നഷ്ടമാകില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പടച്ചവനെ ഇതിന്റെ പരിസരമാണ് നൂറനാടെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ. പടച്ചവനെ ഞാൻ എപ്പോ വഅദിന് വന്നാൽ എന്നെ ഓടി വന്ന് കാണുന്ന ഒരു ചെറിയ പയ്യനുണ്ടായിരുന്നു. ഒരു ചെറിയ ഒരു പൊന്നുമോനവന് വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചവനെ അതാ ജ്യേഷ്ഠനും അനുജനും കൂടെ വണ്ടി ഓടിച്ച് കൊണ്ടുപോകുമ്പോ ആക്സിഡന്റ് പറ്റിയിട്ടാണ് ആ പൊന്നുമോന് മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, അവന്റെ ഖബറിടം വിശാലമാക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഇന്നും റഹ്മാനായ അല്ലാ, ആ പൊന്നുമോന് അതാ പടച്ചവനെ എത്ര സർജറി കഴിഞ്ഞു എന്നറിയോ? പടച്ചവനെ ഒരുപാട് സകലെന്ന് പറയുന്ന പൊന്നുമോന് ഇന്നും പടച്ചവനെ സർജറി കഴിഞ്ഞിട്ട് വീടിന്റെ അകത്ത് ചികിത്സയിലാ. അല്ലാഹുവേ, ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഇതുപോലെ ഒരുപാട് അപകടങ്ങളും ദുരന്തങ്ങളും നമ്മൾ കണ്ടവരാ, കാണുന്നവരാ. അതുകൊണ്ട് സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ് നിങ്ങളുടെ മുമ്പിലേക്ക് സംഘാടകർ കടന്നു വരികയാ. അഭിനയിക്കേണ്ടവർ അഭിനയിച്ചോ, ഉറങ്ങേണ്ടവർ ഉറങ്ങിക്കോ. അതാ കാണാത്ത പോലെ ഇരിക്കേണ്ടവർക്ക് കണ്ണടച്ചിരിക്കാ, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാ. പക്ഷേ വമൻ അതാ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, അന്ധനെ പോലെ തപ്പിത്തടഞ്ഞു കൊണ്ടുപോവുകയാണ്. അവര് തന്നെ റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാ, ദുനിയാവില് ജീവിക്കുമ്പോ കണ്ണ് കാണുമായിരുന്നല്ലോ, ചെവി കേൾക്കുമായിരുന്നല്ലോ, ഇന്നെന്തു പറ്റി റബ്ബേ? ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലിക യൗമ തുൻസാ. അതുകൊണ്ട് സഹോദരാ, അതാ പടച്ച റബ്ബ് നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം നീ കൊടുക്ക്, നിനക്ക് പ്രയോജനമേ ഉള്ളൂ. അതൊരു പരീക്ഷണമാണ്. പരാജയപ്പെടരുത്, പരാജയപ്പെടരുത്. അല്ലാഹുവിനോട് നന്ദിയുള്ളവനാകൂ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് ചെയ്ത ഒന്നാമത്തെ വാഗ്ദാനം എന്തെന്നറിയുമോ? നിങ്ങൾ നന്ദി കാണിച്ചാ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാ. എല്ലാം അല്ലാഹു തരുമടോ, നിനക്ക് സമ്പത്ത് തരുമടോ, നിനക്ക് അല്ലാഹു ആരോഗ്യം തരികയാ, അല്ലാഹു സമാധാനം തരികയാ, നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയാ, നിനക്ക് വേണ്ടതെല്ലാം അല്ലാഹു തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവേ, കൊടുത്തതിന്റെ പേരിൽ ഒരാൾക്കും ഇന്ന് കുറവ് വന്നിട്ടില്ല. കൊടുത്തവർക്ക് വർധനവേ ഉള്ളൂ, നന്മ ചെയ്തവർക്ക് നല്ലതേ ഉള്ളൂ. നീ അല്ലാഹുവിനെ എത്രത്തോളം നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ അത്രത്തോളം അല്ലാഹു നിനക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. രണ്ടാമതായിട്ട് അല്ലാഹു പറയുകയാ, രണ്ടാമതായിട്ട് അല്ലാഹു ചെയ്ത വാഗ്ദാനം എന്താ? അല്ലാഹു രണ്ടാമതായി ചെയ്ത വാഗ്ദാനം എന്തെന്നറിയോ? ഈ മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ, പഠിക്കണേ നല്ലതുപോലെ, പഠിക്കണേ നല്ലതുപോലെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ചെയ്ത രണ്ടാമത്തെ വാഗ്ദാനം എന്തെന്നറിയോ? നിങ്ങൾ എന്നോട് ദുആ ചെയ്താ, നിങ്ങൾ എന്നോട് ചോദിച്ചാ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളോട് ചെയ്യുന്ന രണ്ടാമത്തെ വാഗ്ദാനം, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.